ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് 111ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഭാവിയെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ ഒക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ടല്ലേ. നമ്മൾ എഴുതാറുണ്ട്, വിഷ്വലൈസ് ചെയ്യാറുണ്ട്, അഫർമേഷൻസ് പറയാറുണ്ട്. അങ്ങനെയൊക്കെ നല്ലൊരു ഫ്യൂച്ചറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടുന്നതൊക്കെയും നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തടസ്സമായിട്ട് നമ്മുടെ പാസ്റ്റ് ലൈഫിലെ സന്ദർഭങ്ങൾ, ചില ഇൻസിഡൻറ്റുകളൊക്കെ വരാറുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രതീക്ഷകളോടെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ മുമ്പുണ്ടായ തോൽവിയോ അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പല ഓർമ്മകളോ, ചില റിജക്ഷൻസുകൾ, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിലുണ്ടായ നഷ്ടങ്ങൾ, തടസ്സങ്ങൾ, നമ്മളെ പിന്തിരിപ്പിക്കുന്ന പലതരം സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്നും ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഓർമ്മകൾ, ഇങ്ങനെയൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിൽ നമ്മൾ അറിയാതെ ബ്ലോക്സുകളായിട്ട് നിൽക്കുന്നുണ്ടാകും. ആ ഓർമ്മയുടെ പെയിൻ ഇപ്പോഴും നമ്മളുടെ ഉള്ളിൽ ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പുതിയ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുക? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നതും വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ പ്രൂവൻ ആയിട്ടുള്ള ഒരു ഹീലിംഗ് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. റിവിഷൻ ടെക്നിക്ക് എന്നാണ് ഈ ഒരു മെത്തേഡിനെ പറയുന്നത്. ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നെവിൽ ഗൊഡാർഡ് എന്ന് പറയുന്ന ഒരു മിസ്റ്റിക് ടീച്ചറാണ്. അതായത് ഇമാജിനേഷൻ പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ പാസ്റ്റ് ഇമോഷണൽ തിയറി അല്ലെങ്കിൽ പാസ്റ്റ് ഇമോഷണൽ മെമ്മറി റിവൈസ് ചെയ്യാം എന്നൊരു തിയറി ബേസ് ചെയ്തിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ളതും എന്നാൽ ഒരേ സമയം ഹീലിംഗും മാനിഫെസ്റ്റേഷൻ ബൂസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡാണിത്. ടെക്നിക്ക് ഇതാണ്: നമുക്ക് നമ്മളുടെ പാസ്റ്റിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള നെഗറ്റീവായിട്ട് സംഭവം, അതിൻ്റെ ഓർമ്മ നമുക്കിപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുകയും അല്ലെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന തരത്തിൽ ഒരു ട്രോമയായോ ഒരു ഫിയർ ആയിട്ടോ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യുക. അത് എങ്ങനെ എൻഡ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ആ ഒരു രീതിയിലേക്ക്, ആ ഒരു പോസിറ്റീവ് വേർഷനിലേക്ക് നമുക്കതിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു കാര്യം ഇവിടെ ക്ലിയർ ആയിട്ട് പറയട്ടെ, നമ്മളിവിടെ നടന്ന സംഭവത്തെ മാറ്റി മറിക്കാൻ പറ്റില്ല നമുക്കൊരിക്കലും, അല്ലേ? നടന്ന കാര്യം അത് നടന്നതാണ്. റിയാലിറ്റി അവിടെ ഡെനി ചെയ്യുന്നതല്ല. അതിൻ്റെ ഇമോഷണൽ വെയ്റ്റിനെയാണ് നമ്മളിവിടെ മാറ്റി എഴുതാൻ ശ്രമിക്കുന്നത്. നമുക്കതിലുണ്ടായ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണോ അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ബ്രെയിൻ ഇമാജിനേഷനും മെമ്മറിക്കും വലിയ ഡിഫറൻസ് കാണിക്കാറില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് അതിന്റെ പുതിയ വേർഷൻ ഇമാജിൻ ചെയ്ത് തുടങ്ങിയാൽ പതിയെ നമ്മുടെ ബ്രെയിൻ അതിനെ ഇമോഷണൽ ട്രൂത്തായിട്ട് സ്വീകരിക്കാനും അംഗീകരിക്കാനും തുടങ്ങും. അതാണ് ഈ ഒരു മെത്തേഡിന്റെ പവർ. അപ്പൊ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. കുറച്ച് കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. ഒന്നാമതായിട്ട് ഈ ഒരു കാര്യം ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം തിരഞ്ഞെടുക്കുക. അത് നൈറ്റ് ടൈം തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈം നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു സമയമാണ്. ആ ഒരു സമയം നമ്മുടെ ബ്രെയിൻ നല്ലൊരു രീതിയിൽ ഈ ഒരു ഇമാജിനേഷനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഈ ഒരു ടൈം പറ്റാത്തവർ മാത്രം മോർണിംഗ് ടൈം ചൂസ് ചെയ്യുക. എഴുന്നേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ കുറച്ച് ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ 2 ടൈം അല്ലാതെ മറ്റൊരു ടൈമും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് തയ്യാറെടുപ്പുകൾ കൂടെ വേണം. നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അതിനെ നമ്മൾ ആദ്യം ചൂസ് ചെയ്ത് വെക്കണം. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടാകാം. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാനും പറ്റും. പക്ഷെ അറ്റ് എ ടൈം നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായിരിക്കും കൂടുതൽ ക്ലിയർ ആക്കാനും നല്ലത്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ആദ്യം ചേഞ്ച് ചെയ്യേണ്ട കാര്യത്തെ ചൂസ് ചെയ്യുക, അതിനെ സെലക്ട് ചെയ്ത് വെക്കുക. ഒരു സമയം ഒരു കാര്യം മാത്രം ചൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി അത് ഏത് രീതിയിൽ ആ സംഭവം നടന്നിരുന്നു എങ്കിൽ നിങ്ങൾക്കത് അനുകൂലമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്കതിൽ ചെയ്യാൻ സാധിക്കാതെ പോയ പല കാര്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുപോയ പല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ കൂട്ടിച്ചേർക്കാം. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് മെന്റലി ഹാപ്പി ആക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന ഒരു രീതിയിലേക്ക് അതിനെ ഒന്ന് ആലോചിച്ച് അതിനെ ഇമോഷണലി മെന്റലി അതിനെ ഒന്ന് ഇമാജിൻ ചെയ്ത് അത് എഴുതാനായിട്ട് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. ആ ഒരു ഇമോഷണൽ ഫീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമാജിനേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമുക്കത്
ഒരു പാരഗ്രാഫ് പോലെയോ അല്ലെങ്കിൽ 10 ലൈൻസോളമോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്ര വലുതാക്കിയും ചെറുതാക്കിയും നമുക്കതിനെ എഴുതി വെക്കാം. ഞാനിപ്പോൾ കുറച്ച് എക്സാമ്പിൾസിലൂടെ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്കിപ്പോൾ ഒരു ജോബ് കിട്ടാനായി നിങ്ങൾ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഡെയിലി പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ട്, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്ത ഇൻ്റർവ്യൂവിൽ നിങ്ങൾ റിജക്റ്റ് ആയി എന്ന് കരുതുക. അപ്പം ആ ഒരു സംഭവം നിങ്ങൾക്ക് വളരെ ഷോക്കായി അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സങ്കടം ഉണ്ടാക്കി, നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യമില്ലാതായി, അങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എങ്ങനെ എഴുതി വെക്കാം? ഇന്നെൻ്റെ ഇൻ്റർവ്യൂ വളരെ നന്നായിട്ട് നടന്നു, പാനൽ മെമ്പേഴ്സൊക്കെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു, എൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എനിക്ക് നല്ല കോൺഫിഡൻസോട് കൂടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തു, അല്ലേ? ഈ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഫ്യൂച്ചറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. ഈ ഒരു അവസരം എനിക്ക് നൽകിയതിന് നന്ദി. ഇങ്ങനെ നിങ്ങൾക്കതിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് റിവൈസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ റിജക്റ്റ് ആയ ഒരു സീനിനെയും മെൻഷൻ ചെയ്തിട്ടില്ല, പകരം നല്ലൊരു രീതിയിൽ അതിനെ മാറ്റി എഴുതി. എന്നിട്ടവിടെ എൻഡ് ചെയ്തതോ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയാണ്, നന്ദി പറഞ്ഞുകൊണ്ട് അതിന് നൽകാവുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് കൊടുത്തിട്ടാണ് നമ്മളതിന് ന്യൂ എൻഡിങ് റീക്രിയേറ്റ് ചെയ്തത്. നെഗറ്റീവ് ഫീൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ ടോട്ടലി മാറ്റി അതിനെ പോസിറ്റീവ് ആംഗിളിൽ നോക്കിക്കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് എൻഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. ഇതുപോലെ ഇപ്പോൾ ഏത് വിഷയവും നമ്മൾക്ക് ഈ രീതിയിൽ എഴുതാം. റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് എഴുതാം, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്നേഴ്സുമായിട്ടുണ്ടാകുന്ന ആർഗ്യുമെന്റ്സ്, തർക്കങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സന്ദർഭങ്ങൾ, ഫിനാൻഷ്യൽ പ്രോബ്ലംസുകൾ, ഫിനാൻഷ്യൽ ലോസുകൾ, ബിസിനസ്സിലുണ്ടായ നഷ്ടങ്ങൾ, അല്ലേ? അങ്ങനെ ഇനി ഏത് തരമാണെങ്കിലും, ഏത് തരം സംഭവങ്ങളാണെങ്കിലും നമുക്കതിൻ്റെ ഇമോഷണൽ ഫീലിങ്സിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എൻഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഞാൻ എടുത്ത തീരുമാനങ്ങളൊക്കെ വിജയകരമായിരുന്നു, ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് നല്ല പ്രോഫിറ്റ് കൊണ്ടുതരുന്നുണ്ട്, ഞാനതിനെ വൈസ്ലി ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് എപ്പോഴും സാധിക്കാറുണ്ട്, ഞാൻ ഇന്ന് വളരെ സേഫ് ആൻഡ് സെക്യൂറായി ഫീൽ ചെയ്യുന്നു, ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ നിലകൊള്ളാൻ കഴിയുന്നതിൽ എനിക്കൊരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്, ഞാൻ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് നന്ദി. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കതിനെ ഒരു പാരഗ്രാഫായിട്ടോ ലൈൻസുകളായിട്ടോ ഒക്കെ എഴുതി വയ്ക്കാം. എഴുതുമ്പോൾ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ എഴുതരുത്. ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വഴക്കോ ആർഗ്യുമെൻസോ ഒക്കെ ഉണ്ടായി എന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾ ഫൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കരുത് അവിടെ എഴുതേണ്ടത്. നമ്മളത് ഫൈറ്റ് ഇല്ലാതൊരു കോൺവെർസേഷൻ നടന്നിരുന്നു എന്ന് റീറൈറ്റ് ചെയ്യുക. ഞങ്ങളുടെ കോൺവെർസേഷൻ വളരെ സമാധാനത്തോടെ എൻഡ് ചെയ്തു, ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയും ബഹുമാനിച്ചും സംസാരിക്കുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു, പിന്നെന്താ ഐ ഫെൽറ്റ് ഇമോഷണലി സേഫ് ആൻഡ് വാല്യൂഡ് എന്നോ, അതുപോലെ ഞങ്ങളുടെ ബോണ്ട് വളരെ സ്ട്രോങ് ആയി ഇരിക്കുന്നതിൽ ഈ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഹെൽത്തി റിലേഷൻഷിപ്പ്. ഇങ്ങനെയൊക്കെ അതിനെ റീറൈറ്റ് ചെയ്യാം, അല്ലേ? ഒരു സിറ്റുവേഷനെ മാക്സിമം പോസിറ്റീവാക്കി മാറ്റി അത് നമ്മളുടെ മൈൻഡിലേക്ക് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു മോശം സന്ദർഭത്തെ കറക്റ്റഡ് ഇമോഷണൽ എൻഡിങ് ആണ് നമ്മൾക്കിവിടെ എഴുതി കൊടുത്തത്. അപ്പം ഈ ഒരു നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ മാറി അവിടെ നമ്മളുടെ ഇമോഷൻ അവിടെ അപ്ലിഫ്റ്റ് ചെയ്യുകയാണ്. അപ്ലിഫ്റ്റ് ചെയ്ത് അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിത് വെറുതെ എഴുതുക എന്നതിനുപരി നമ്മൾ മനസ്സുകൊണ്ട് ഫീൽ ചെയ്ത് ഇമാജിൻ ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങളും എഴുതേണ്ടത്. കാരണം ഇവിടെ ഇമാജിനേഷനാണ് ഇമ്പോർട്ടൻ്റ് കൂടുതൽ. നമ്മുടെ മൈൻഡ് അതിനെ ഏതൊക്കെ എത്രയും റിയൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അപ്പോൾ ആ ഒരു ഇമാജിനേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രിപ്റ്റിംഗ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് പാരഗ്രാഫുകളായിട്ട് ഈ ഒരു റിവൈസ്ഡ് വേർഷൻ എഴുതിയതിന് ശേഷം നമ്മൾ എഴുതിയതിനെ സ്ലോ ആയിട്ട് മനസ്സുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് വായിക്കുക. വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് നോട്ട്ബുക്കോ അല്ലെങ്കിൽ പേപ്പറോ എന്തിലാണോ എഴുതിയത് അത് അടച്ചു വെക്കാം. എന്നിട്ട് കണ്ണുകൾ അടച്ച് ഒന്നുകിൽ നിങ്ങൾക്ക് കൈകൾ കൂപ്പി പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇതുകൂടെ പറയാം. മനസ്സിൽ പറയുകയോ അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് പറയാം.
ഈ ഒരു പുതിയ വേർഷനെ ഞാൻ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. ഈ ഒരു അവസരം നൽകിയതിന് നന്ദി. അങ്ങനെ സമാധാനത്തോടെ ഉറങ്ങാൻ പോകാം. വീണ്ടും നിങ്ങൾക്ക് ഇതിനെ ഒബ്സസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓവർഡു ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് ഈ ഹീലിംഗ് പ്രോസസ്സ് വളരെ ജെന്റിലായിട്ട് വേണം നടക്കേണ്ടത്. അപ്പൊ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ 7 ദിവസമാണ് ചെയ്യേണ്ടത്. 7 ദിവസത്തെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. എഴുതേണ്ടത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. പിന്നീടുള്ള 6 ദിവസവും നമ്മളിതിനെ വായിക്കുക. നമ്മൾ ആ ഉറങ്ങാൻ പോകുന്നതിന്റെ സമയം എടുക്കുക. ഇതിനെ വളരെ സൈലന്റ്ലി ഇരുന്ന് ഒന്ന് വായിക്കുക. വളരെ ഫീൽ ചെയ്ത് ഇമാജിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ 6 ദിവസം ഇത് മനസ്സിരുത്തി വായിച്ച് ഇമാജിൻ ചെയ്ത് എന്നിട്ട് അതിനെ കാമാക്കി ഫൈനൽ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നമുക്കിതിനെ ഒന്ന് എൻഡ് ചെയ്യിപ്പിക്കാം. അപ്പം നമ്മളുടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ മാത്രം കുറിച്ചിട്ടുള്ളതല്ല. പാസ്റ്റ് റിലീസ് ചെയ്യുന്നതും മാനിഫെസ്റ്റേഷന്റെ ഒരു പാർട്ടാണ്. പാസ്റ്റ് ഇമോഷണൽ വെയിറ്റ് നമുക്ക് കുറയുമ്പോൾ ഫ്യൂച്ചർ നമുക്ക് നാച്ചുറലി ഓപ്പൺ ആയി വരും. നിങ്ങൾ ഇതിനെ ചേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ ഹീൽ ചെയ്യുക എന്നൊരു പ്രോസസ്സാണ് നടക്കുന്നത്. നമുക്ക് പാസ്റ്റ് ഫിസിക്കലി ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, പക്ഷെ അത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഉള്ളിൽ അതിനെ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് when memory loses pain, it becomes wisdom. ഇന്ന് നിങ്ങളൊരു ചെറിയ മെമ്മറി എടുത്ത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇമോഷണൽ റിലീഫ് എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇതൊരു 7 days ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെങ്കിലും അത് കമന്റിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്തൊരു പവർഫുൾ ടോപ്പിക്കുമായിട്ട് കാണാം. അണ്ടിൽ ദെൻ എല്ലാവരും ഹീൽ ജെന്റ്ലി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.